വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് അന്ന് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ പോലെ ഒരു നടൻ മലയാളത്തിലുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ മമ്മൂസിന് അത്ര പെട്ടെന്നൊന്നും ഒരാളെ ഇഷ്ടപ്പെടില്ല. മമ്മൂസിൻ്റെ ഗുഡ് ബുക്കിൽ ഒന്നാമത്തെ പേര് മോൻ്റെയാണ്. ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ഇദ്ദേഹം മിലിറ്ററിയിൽ ക്യാപ്റ്റനായിരുന്നില്ല, ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള തമാശ കഥ. അതൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്ക് ദേഷ്യം, ഞാൻ അവന് നല്ല ഇടി കൊടുക്കും എന്നൊക്കെ പറയും. മണി ഇത്തിരി ക്ഷോഭിച്ചപ്പോൾ പുള്ളിക്കത് ഭയങ്കര ഷോക്കായി. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആക്ടറോട് ജൂനിയർ ആയിട്ടുള്ള മണി അങ്ങനെ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അപമാനിതനായി. അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചത്. മൂപ്പരിങ്ങനെ വളവ് തിരിക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ സിനിമ പരാജയപ്പെടുത്തിയതും മോൻ്റെ സിനിമ വിജയിപ്പിച്ചതും ഈ എന്ന് പറയുമ്പോഴേക്കൊരു വളവ് വന്നപ്പോൾ ഈ മാതാവാണ് മോനെ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ക്യാപ്റ്റൻ രാജുചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച് രതിലയം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. അതിൽ അദ്ദേഹമായിരുന്നു നായകൻ. ഒരു ഏട്ടനും അനുഷ്യനെ ഇറങ്ങിയിരിക്കണം മനുഷ്യരെ മക്കാറാക്കാനോ? ഞാനോ? നല്ല കാര്യമായി. ഈ ടാക്സി പണി തുടങ്ങിയത് പിന്നെ വല്ല ഹോട്ടലിലാണ് ഊണും ചായയും. ഇത്താത്തയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയത് കഴിച്ച് ശീലിച്ച കാരണം ഒരു വക പുറത്തുനിന്ന് കഴിച്ചാൽ നാക്കിന് പിടിക്കില്ല. രതിലയം എന്നാണ് അതിൻ്റെ പേര്. എന്നാണ് സിൽക്ക് സ്മിതയും ക്യാപ്റ്റൻ രാജുചേട്ടനൊക്കെ ആയിട്ട്. അത് പിന്നെ അന്ന് അഡൽട്സ് ഓൺലി സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമുക്കതും കാണാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു കാലമായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ രാജുചേട്ടനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് IV ശശി സാറിൻ്റെ ഇനിയെങ്കിലും എന്ന് പറയുന്ന സിനിമയിലാണ്. അതിൽ വില്ലനായിരുന്നു അദ്ദേഹം തോന്നുന്നു. നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് അന്ന് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ പോലെ ഒരു നടൻ മലയാളത്തിലുണ്ട്, വന്നിട്ടുണ്ട്. ഈ IV ശശി സാറിൻ്റെ പടത്തിൽ ഇനിയെങ്കിലും എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. കണ്ടാൽ അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റും ശബ്ദമൊക്കെ അങ്ങനെയാണ്. ഭയങ്കര സുന്ദരനാണ്. ഹലോ, മിസ്റ്റർ ഷാ അല്ലേ? ഐ എം പ്രസാദ്. ഫൈൻ. ബോംബെയിൽ നിന്ന് മിസ്റ്റർ കാന്തിലാൽ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു പാഴ്സൽ തന്നയച്ചിട്ടുണ്ട്. പിന്നീട് ശശിയേട്ടൻ്റെ പടങ്ങളിൽ നായക പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ അദ്ദേഹം ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അദ്ദേഹം അടുത്തൊരു നായകനായിട്ട് വന്നേക്കാം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നു. ഇപ്പോൾ ആ കാലത്ത് അതിരാത്രം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്ക ഒരു സെമി ആൻറ്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ പോസിറ്റീവ് ക്യാരക്ടർ ക്യാപ്റ്റൻ രാജു ചേട്ടനാണ് ചെയ്തത്. അതിനകത്തുണ്ടായിരുന്നു ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, താരാദാസ്. അത് മനസ്സിലാക്കിയിട്ടും പിന്നെ ചെക്ക് ചെയ്യായിരുന്നത് നമ്മൾ മനസ്സിൽ കാണുന്നതിനപ്പുറം അയാൾ നേരത്തെ കണ്ടു. കമോൺ. സോറി രാജേഷ്, എന്റെ കൺമുന്നിൽ വെച്ച് ഒരു വേട്ട മൃഗത്തെ പോലെ നിന്നെ അവർ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ കാലത്ത് എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം വില്ലനായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ഓഫീസർക്ക് ഈ കത്തി ഇഷ്ടമായോ? ഇതുകൊണ്ട് ഞാൻ ആപ്പിൾ മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ ഞാൻ എറിഞ്ഞു കൊല്ലും. ഓ സോറി മിസ് സാനി, ഓഫീസ് കഴിഞ്ഞാലുടൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ബൈ ദ ബൈ, ഐ ആം ഇൻസ്പെക്ടർ പ്രേം. ആലീസിനെ കരുതി മാത്രമാണ് നമ്മൾ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയുന്നത്. ഇതിൽ ബാർഗൈനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. ജോയി കണ്ടോ ഞാൻ ആരാണെന്ന് പറഞ്ഞു വിടാ. എന്താടോ ഹബീബെ, പുരാന്റെ മുമ്പിൽ ഒരു പോലീസ് കാവല്? അല്ല സെർച്ചോ റെയ്ഡോ എന്തെങ്കിലും ആണോ? നിയമപരമല്ലാത്ത രീതിയിൽ ഏർപ്പാടുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ കാക്കി കുപ്പായം തന്നിരിക്കുന്നത്. Look man, I am not an Alabaladi. I am Pavanai, a real professional killer. എടാ, ഈ എസ് ഐ എന്ന് വെച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആജ്ഞയുണ്ടാകും. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. രാജുചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് തമാശ കഥകൾ മുകേഷ് ചേട്ടനും മറ്റു നടന്മാരൊക്കെ ഉണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നസെൻസിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കും. അത് മുഴുവൻ ഞാൻ അവിടെ പറയുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ നമ്മളത് പറയുന്നത് ശരിയല്ല. പക്ഷെ തമാശ കഥകളാണ്. അതിലൊരു കഥ, ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മിലിറ്ററിയിൽ ക്യാപ്റ്റനായിരുന്നില്ല, ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്
ഉള്ള തമാശ കഥ അതൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്ക് ദേഷ്യം. ഞാൻ അവന് നല്ല ഇടി കൊടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തെ ആദ്യം കാണുന്നതൊക്കെ ഈ മമ്മൂക്കയെ കാണാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ മറവത്തൂർ കനവിന് ശേഷം സലാം ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്യണ കാലത്ത് മമ്മൂക്കയെ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് കെ മധു സാറ് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് അന്നാണ് രതീഷ് ചേട്ടനെയൊക്കെ ഞാൻ നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നതൊക്കെ. ആ സിനിമയിൽ ക്യാപ്റ്റൻ രാജചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ രാജചേട്ടൻ അന്ന് വൈകുന്നേരം മമ്മൂക്കേനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മമ്മൂക്കയുടെ കൂടെ ഉള്ളതുകൊണ്ട് എന്നെയും ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, ഇതാ ഒരു സ്നേഹഗാഥ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അതിലൊരു പള്ളിയിലച്ചനായിട്ട് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. നായകൻ പള്ളിയിലച്ചനാണ്, അദ്ദേഹമാണ് ആ റോള് ചെയ്തത്. സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. അച്ഛനെ സിനിമാ പാട്ട് നല്ല പാട്ടല്ലേ? സിനിമയായാലെന്താ, ഞാൻ എല്ലാ സിനിമയും കാണും, എല്ലാ പത്രവും വായിക്കും, എല്ലാ സംഗീതവും കേൾക്കും. അപ്പോൾ ആ സിനിമയും മറവത്തൂർ കനവ് എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമയും ഒരേ ദിവസമാണ് റിലീസ് ചെയ്തത്. ഒരേ ദിവസമാണ്, ഒരേ ആഴ്ച അങ്ങനെ തന്നെയാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഒരുമിച്ച് രംഗത്ത് വന്ന സംവിധായകർ എന്ന് പറയുന്ന ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഗീത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, മമ്മൂക്ക പങ്കജിലാണ്. ഇപ്പം എനിക്ക് പോകാൻ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജചായൻ പറഞ്ഞത് അങ്ങോട്ട് പോകുമ്പോൾ മമ്മൂക്കേനെ പ്രൊഡക്ഷൻ്റെ വണ്ടി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ വണ്ടിയിൽ ഞാനും കയറിയിട്ടാണ് പോയത്. അന്ന് രാത്രി അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഡിന്നറിന് മുമ്പ് രതീഷ് ചേട്ടനുണ്ട്. രതീഷ് ചേട്ടനും രാജചേട്ടനും ഒരു ഡ്രിങ്കൊക്കെ കഴിക്കും, മമ്മൂക്ക കഴിക്കില്ല. അപ്പോൾ ഞാൻ വളരെ ജൂനിയർ മോസ്റ്റ് കൊച്ചു പയ്യൻ എന്നുള്ള നിലയിലാണ് അവരുടെ ഇടയിൽ ഇരിക്കുന്നത്. അപ്പോൾ രാജചേട്ടൻ ലാൽ ജോസ് കഴിക്കൂലേ, ഞാൻ വല്ലപ്പോഴും. അപ്പോൾ മമ്മൂക്ക അടുത്ത് പറഞ്ഞു, മമ്മൂസേ ഞാൻ ഈ കൊച്ചന്, നമ്മുടെ കൊച്ചനിയന് ഒരു പെഗ് കൊടുത്തോട്ടെ. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു അവൻ കഴിക്കുമെങ്കിൽ കൊടുത്തു എന്നിട്ട് എല്ലാവരും നോക്കി. അപ്പോൾ ഞാൻ ചിരിച്ചു, കഴിച്ചോ. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഒരു ഡ്രിങ്ക് കഴിച്ചു. അങ്ങനെ രതീഷ് ചേട്ടൻ്റെ കൂടെയും ക്യാപ്റ്റൻ രാജചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടൊരു ഡ്രിങ്ക് കഴിച്ചു. അന്നവിടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരത്ത് രതീഷ് ചേട്ടന് വണ്ടിയുണ്ട്, രതീഷ് ചേട്ടൻ വേറെ ഏതോ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ മമ്മൂക്കേനെ എന്നെയും രാജചായൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജചായൻ്റെ ഒരു അർമാര ജീപ്പാണ്, ആ ജീപ്പിൽ മമ്മൂക്ക മുമ്പിലും ഞാൻ പുറകിലുമായിട്ട് കയറി. മമ്മൂക്കയെ പങ്കജിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് പുറകിൽ മുമ്പിലേക്ക് കയറാൻ പറഞ്ഞു. രാജചായൻ എന്നെ മുമ്പിലിരുത്തി രാജചായൻ ഡ്രൈവ് ചെയ്തിട്ട് ഗീത് ഹോട്ടലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ മമ്മൂസിന് അത്ര പെട്ടെന്നൊന്നും ഒരാളെ ഇഷ്ടപ്പെടില്ല. മമ്മൂസിൻ്റെ ഗുഡ് ബുക്കിൽ ഒന്നാമത്തെ പേര് മോൻ്റെയാണ്, അത് കളയരുത്. മമ്മൂസ് ഒരു നല്ല സുഹൃത്താണ്, സഹായിക്കാനൊക്കെ മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ ആ ബന്ധം കളയരുത്, എന്തു വന്നാലും ഒരു മണ്ടത്തരവും ചെയ്തിട്ട് ആ ബന്ധം ഇല്ലാണ്ടാക്കരുത്. പിന്നെ മോനിപ്പോൾ ദൈവാനുഗ്രഹമുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളവ് തിരിയണം. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു അവിടെ റോഡിൻ്റെ സൈഡിൽ ഒരു കുരിശുപള്ളി എന്തോ ഉണ്ട്, മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ വളവ് തിരിക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ സിനിമ പരാജയപ്പെടുത്തിയതും മോൻ്റെ സിനിമ വിജയിപ്പിച്ചതും ഈ എന്ന് പറയുമ്പോഴേക്കൊരു വളവ് വന്നപ്പോൾ ഈ മാതാവാണ് മോനെ. ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയി. അതിൻ്റെ ഇടയിൽ മാതാവിനെ ഒരു ചീത്ത പറഞ്ഞോ അതിനുള്ളതാണോ ആ ഗ്യാപ്പ് എന്ന് സംശയം തോന്നും. എൻ്റെ സിനിമ പരാജയപ്പെടുത്തിയതും മോൻ്റെ സിനിമ വിജയിപ്പിച്ചതും ഈ മാതാവാണ് മോനെ. അതേനിപ്പോഴും ഓർക്കും. അങ്ങനെ അന്ന് ഗീതിൽ തന്നെ കൊണ്ടുവന്ന് വിട്ടു. പിന്നീട് കുറേ കാലത്തിന് ശേഷം പട്ടാളം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ രാജചേട്ടനെ അതിൽ കേണലായിട്ട് അഭിനയിപ്പിച്ച ഈ മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ കോർട്ട് മാർഷൽ ചെയ്യാൻ വരുന്ന കേണലായിട്ട് അദ്ദേഹം അഭിനയിച്ചു. വലിയ സ്നേഹമാണ്. എന്നാലും താൻ എന്നെ വിളിച്ചല്ലോ, ഇത്ര വൈകിട്ടാണെങ്കിലും എന്നെ വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ്. മറയൂരിൽ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് കലാഭവൻ മണി അതിൽ അഭിനയിക്കുകയും
അതിലൊരു സീനിലൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇദ്ദേഹം മണീനെ ഒന്ന് ഉപദേശിക്കാൻ നോക്കിയപ്പോൾ മണി ഇദ്ദേഹത്തെ നല്ല ചീത്ത പറഞ്ഞു. കൊച്ചു കുട്ടിയെ പോലെയാണ് രാജാച്ചൻ. മണി ഇത്തിരി ക്ഷോഭിച്ചപ്പോൾ പുള്ളിക്കത് ഭയങ്കര ഷോക്കായി. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആക്ടറോട് ജൂനിയർ ആയിട്ടുള്ള മണി അങ്ങനെ സംസാരിച്ചല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര അപമാനിതനായി. അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചത്. സാറില്ല, അവനാ ആ സീൻ ചെയ്ത് ഇത് ശരിയാവാണ്ടായപ്പോഴുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് ദേഷ്യം പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ല. മണിക്ക് രാജാനൊക്കെ വലിയ സ്നേഹമാണ്, രാജാനൊക്കെ വലിയ റെസ്പെക്റ്റുമാണ്. ഇതിപ്പോൾ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്, അപ്പോഴത്തെ ഒരു സ്വയമുള്ള ഒരു ദേഷ്യത്തിന് ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിനുശേഷം പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ എറണാകുളത്തേക്ക് പുള്ളി താമസം മാറ്റിയതിന് ശേഷം ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പുള്ളി ഒരു പക്ഷാഘാതം പോലെ എന്തോ സംഭവിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലൊക്കെ പോയി കുറേ നേരം പഴയ കഥകളും ഒക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായി. വളരെ ആരോഗ്യവാനായ, സുന്ദരനായ, അതിസുന്ദരനായ, മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കഥകളൊക്കെ ആലോചിക്കുമ്പോഴുള്ളൊരു ചിരി നമ്മുടെ മുഖത്ത് വരും. പക്ഷേ ഈ അവസാന കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹം സഫർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടവും തോന്നും.